തിരുവിഴാങ്കുന്ന് കന്നുകാലി ഗവേഷണ കേന്ദ്രത്തിലേക്ക് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. ഗേറ്റിൽ വെച്ച് പ്രതിഷേധ മാർച്ച് പോലീസ് തടഞ്ഞു. തുടർന്ന് ഉന്തും തള്ളും ഉണ്ടായി. കേരള വെറ്റിനറി ആൻഡ് അനിമൽ സയൻസ് യൂണിവേഴ്സിറ്റി തിരുവിഴാങ്കുന്ന് കേന്ദ്രത്തിൽ അനധികൃതമായ മരമുറി നടത്തിയതിൽ അന്വേഷണം ആവശ്യപ്പെട്ട് മണ്ണാർക്കാട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തിരുവിഴാങ്കുന്ന് കാലിഫോം കേന്ദ്രത്തിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. മാർച്ച് മുൻ DCC പ്രസിഡന്റ് KPCC നിർവാഹക സമിതി അംഗവുമായ CV ബാലചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. പ്രദേശമുണ്ടോ? വെറ്റിനറി യൂണിവേഴ്സിറ്റിയിൽ മാത്രമാണോ? എല്ലാ തലത്തിലും അഴിമതിയും സത്യനവാദ നടക്കുകയാണ്. എല്ലാ തലത്തിലും അന്വേഷിക്കാൻ തയ്യാറില്ലാത്ത മുഖ്യമന്ത്രിയുടെ കുടുംബം തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ടുകൊണ്ട്, മുഖ്യമന്ത്രിയുടെ ഓഫീസ് പറഞ്ഞാൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ കസേരയ്ക്ക് ജീവനില്ല, മുഖ്യമന്ത്രിയുടെ ഓഫീസിന് കമ്പ്യൂട്ടറിന് ജീവനില്ല. മുഖ്യമന്ത്രി തന്നെ ഈ രാജ്യത്ത് സ്വർണ്ണക്കടത്ത് നടത്തിയ ഒരു മുഖ്യമന്ത്രി കേരളത്തിൽ അധികാരത്തിൽ തുടരുമ്പോ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ മുഖ്യമന്ത്രിയെ സംരക്ഷിക്കാൻ കേന്ദ്രത്തിൽ ഒരു ഗവൺമെന്റ് ഉള്ളത് കൊണ്ട് ആ അന്തർനായക സമീപ ദിവസത്തെ പുറത്തു വന്നു. ഏറ്റവും ഒടുവിലായി വന്ന വാർത്ത എന്താ? ഇവിടെ കേന്ദ്രം ഭരിക്കുന്ന നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് ഫാസിസ്റ്റ് ഗവൺമെന്റ് അല്ല, നവഫാസിസ്റ്റ് ഗവൺമെന്റ് അല്ല എന്ന് പ്രഖ്യാപിച്ചാൽ അവസാനം മാർക്സിസ്റ്റ് പാർട്ടിയും BJPയും അഥവാ പിണറായി വിജയൻ കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെന്റും നരേന്ദ്രമോദിയുടെ ഗവൺമെന്റും തമ്മിലുള്ള അന്തർധാരയുടെ അവസാനത്തെ സംസ്ഥാന സമ്മേളനം നടക്കുമ്പോൾ സംസ്ഥാന സെക്രട്ടറി മുഖ്യമന്ത്രിയും ഇന്നലെ പറഞ്ഞത് കേന്ദ്രം ഭരിക്കുന്ന പാർട്ടി, കേന്ദ്രം ഗവൺമെന്റ് ഫാസിസ്റ്റ് ഗവൺമെന്റ് അല്ല എന്ന് പറഞ്ഞാൽ കേന്ദ്രത്തെ സുഖിപ്പിക്കുന്ന നടപടികൾ സ്വീകരിക്കുന്നതിന് ഫലമായി ഇവിടെ സ്വർണ്ണക്കടത്ത് നടത്തിയാലും അതിനപ്പുറം നടത്തിയാലും മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ മുഖ്യമന്ത്രിയും മകനും ഒക്കെ തന്നെ ക്യാമറയിലൂടെ മാസപ്പടിയിലൂടെ ഒക്കെ തന്നെ കോടികൾ കെട്ടാലും കേന്ദ്രം അന്വേഷിക്കില്ല. തങ്ങളുടെ പരിധിയിലാണ് കേന്ദ്രത്തിനും ആവശ്യം. ഈ സംസ്ഥാനം UDF കോൺഗ്രസ് ഭരിക്കുകയല്ല, മാർക്സിസ്റ്റ് പാർട്ടി ഭരിക്കുകയാണ്, ഇടതുപക്ഷം ഭരിക്കുകയാണ് തങ്ങൾക്ക് സ്വീകാര്യം എന്ന സമീപനത്തിന്റെ ഫലമായി അവിടെ തന്നെ കാട്ടുകള്ളന്മാരുടെ പരദീസയാണ് തിരുവനന്തപുരത്ത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. 33 ലക്ഷത്തിലധികം വരുന്ന കരാറിൽ GST ഉൾപ്പെട്ട ക്രമക്കേട് നടത്തിയെന്നും ഉദ്യോഗസ്ഥരുടെ അറിവോടെയാണ് കരാറിന് പുറമെ 84 വൻമരങ്ങൾ മുറിച്ച് കടത്തിയതെന്നും കോൺഗ്രസ് ആരോപിച്ചു. നഷ്ടം നികത്താൻ എന്ന പേരിൽ ഉദ്യോഗസ്ഥരായ 4 പേരുടെ ശമ്പളത്തിൽ നിന്നും പണം പീഡിക്കുന്നത് കാട്ടുകൊള്ള നടന്നതിന് തെളിവാണെന്നും കോൺഗ്രസ് ആരോപിച്ചു. വിജിലൻസ് അന്വേഷണം കാര്യക്ഷമമാക്കണമെന്നും ദീർഘകാലമായി സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന കുറ്റക്കാരായ ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റണം, മരങ്ങൾ നഷ്ടപ്പെട്ട സംഭവത്തിൽ സ്ഥാപന മേധാവിക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു പ്രതിഷേധ മാർച്ച്. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അസിസ് ഭീമനാട് അധ്യക്ഷത വഹിച്ചു. ജില്ലാ കോൺഗ്രസ് ജനറൽ സെക്രട്ടറി P. അഹമ്മദ് അഷറഫ്, പ്രവാസി കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് സക്കീർ തയ്യീൻ, വൈസ് പ്രസിഡന്റുമാരായ CJ രമേശ്, V. പ്രീത, KG ബാബു, അരുൺകുമാർ പാലക്കുറിശി, ഗിരീഷ്, നസീർ ബാബു, മനച്ചിത്തോടി ഉമ്മർ, E. ശശിധരൻ, നൌഷാദ് ചേലഞ്ചേരി, സതീശൻ താഴത്തേതിൽ, അസൈനർ മാസ്റ്റർ, AV മത്തായി, വേണുഗോപാലൻ, പ്രേംകുമാർ, ഫിലിപ്പ്, നാസർ കാവുപ്പുങ്കൽ, റഫീഖ്, ഹബീബുൾ അൻസാരി, മണികണ്ഠൻ വടശ്ശേരി, മുഹമ്മദ് ബഷീർ, ഖാലിദ്, അലി, റഫീഖ് കരിമന, തോമസ് മാസ്റ്റർ എന്നിവർ പങ്കെടുത്തു. മാർച്ച് പോലീസ് തടഞ്ഞു. തുടർന്ന് നേരിയ തോതിൽ സംഘർഷമുണ്ടായി.